Hey guys, welcome to a പുതിയ എപ്പിസോഡ് ഓഫ് കാർത്തിക് സൂര്യ വ്ളോഗ്സ്. അതെ, ഇന്നുണ്ടല്ലോ ഗൈസ്, ഞാൻ കുറച്ചധികം എക്സൈറ്റഡ് ആണ്, കുറച്ചധികം ടെൻസ്ഡ് ആണ്, കുറച്ചധികം കോഷ്യസ് ആണ്, കുറച്ചധികം എന്തൊക്കെയൊക്കെയോ ആണ് ഗൈസ്. സംഭവം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഇന്ന് നമ്മുടെ കാർത്തിക് സൂര്യ അൺലീഷ്ഡിലേക്ക് എത്തുകയാണ് സുഹൃത്തുക്കളെ. ഷൈനും പിന്നെ അവരുടെ ഏറ്റവും പുതിയ പടമായ നമ്മുടെ അടിനാശം വെള്ളപ്പൊക്കം, നമ്മുടെ അടി കപ്പിയാരെ കൂട്ടമണിയുടെ ഒക്കെ ഡയറക്ടറായ നമ്മുടെ വർഗീസ് ബ്രോയും കൂടെയാണ് വരുന്നത്. അപ്പോൾ ഒരു ഡയറക്ടറും ഒരു ആക്ടറും എൻ്റെ കയ്യിൽ കിട്ടുകയാണ്. ഏത് റൂട്ടിൽ കൂടെ പോകുന്ന ഒരു ഐഡിയ ഇല്ല, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഗൈസ്. പക്ഷെ ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളതുണ്ടല്ലോ, ഈ പുറത്തുനിന്നുള്ള ഈ സോഷ്യൽ മീഡിയ അതൊന്നും അല്ലാതെ ശരിക്കും ഈ ഇൻഡസ്ട്രിക്ക് അകത്തുള്ള ഇപ്പൊ മഞ്ജു ചേച്ചി ആയാലും നസീർക്കായാലും അവരുടെ അടുത്തെന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീയിങ് എന്നാണ്. അപ്പോൾ എന്തോ നല്ലൊരു ഫ്രൂട്ട്ഫുൾ കോൺവെർസേഷൻ പുള്ളിയെ പറ്റി കുറച്ച് അറിയാൻ പറ്റും, പുള്ളിയുടെ കുറച്ച് നോളജ് നമുക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. കൂട്ടത്തിൽ വർഗീസ് ബ്രോയുടെ അടുത്ത് നമുക്ക് സിനിമയെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കാനുണ്ട്. കാരണം 3 പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഒരു പടം റിലീസാകാൻ പോകുന്നേ ഉള്ളൂ. അതിൽ അടികപ്പിയരെ കൂട്ടമണി സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കോൺവെർസേഷൻസിനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് സുഹൃത്തുക്കളെ. ഡേയ് റെഡിയാണോ? ഇവൻ പുതിയ ക്യാമറ ഒക്കെ വാങ്ങിച്ചു കേസ്. എവിടെയാടാ അത്? അവൻ പുതിയ ക്യാമറ ഒക്കെ വാങ്ങിച്ചു. എനിക്ക് വയ്യ പൊളിക്കാൻ എന്നാ ജിങ്കടി ചിക്കി. എന്താണ് അതിന്റെ പ്രത്യേകത? ഒന്നുമില്ല, കണ്ടിന്യൂസ് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയ കുറച്ച് ക്യാമറകളൊന്നാണ് ലൂമിക്സ്. ആണല്ലേ? അതെല്ലാം ഹീറ്റിംഗ് പ്രോബ്ലം ഉണ്ട്. ഓ, ലൂമിക്സിൽ ആ പ്രശ്നം വരൂലല്ലേ? ലൂമിക്സിൽ അത്യാവശ്യം നല്ല തെർമൽ എഫിഷ്യൻസി ഉള്ള ക്യാമറയാണ്. ആണല്ലേ? ഓ, ഷാസു ഇന്നാളെ ഏതോ ഒരു സ്റ്റോറിയിൽ അവൻ പറയാനുണ്ട്, അവൻ സോണിന്ന് ചിലപ്പോ ലൂമിക്സിലോട്ട് ചാടും. ലൂമിക്സിന്റെ പുതിയ S1R Mark II ആണ് ഇത്. ഇത് ഇറങ്ങിയിട്ട് 2 മാസമായിട്ടുള്ളൂ. ആണോ? ഇത് ബോഡി മാത്രമേ 2.25 ലക്ഷം രൂപയാണ് ഇതിന്റെ വില. പിന്നെ ലോൺ വല്ലതും എടുക്കുന്നുണ്ടോടാ? പിന്നെ ലോണിനൊന്നും ഒരു കുറവില്ല. പിന്നെ ഇതിന്റെ തന്നെ S1 Mark II എന്ന് പറയുന്ന ഒരു മോഡൽ വരുന്നുണ്ട്. അത് ചിലപ്പോ ശ്വാസം എടുക്കാൻ സാധ്യത. ആണല്ലേ? അവ എടുക്കട്ടെ. കുട്ടി ഇന്ന് പൊളിക്കൂലടാ നമ്മള്? അതെ അതെ. ഷൈൻ ടോം ചാക്കോനെ കൊണ്ടുവരാനായിട്ട് ഒരുപാട് പേര് കമന്റിൽ പറയുന്നുണ്ട്. അതെ, ഇന്ന് വരെയല്ലേ ഷൈൻ ടോം ചാക്കോ? ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു, വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു. അതെ. അപ്പോ ഷൈൻ എത്തുകയാണ് സുഹൃത്തുക്കളെ കാർത്തിക് സൂര്യ അൺലീഷിലേക്ക്. ഇന്ന് നമ്മൾ എല്ലാവരും അൺലീഷ് ആക്കൂലാണ് കുട്ടി. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ലാലേട്ടനാണ്. ലാലേട്ടൻ വരും, എത്തും ഗൈസ് ഒരു നാൾ. ആ സാധനം അല്ലേ, അതിപ്പോ അയച്ചു കൊടുത്ത് കാണും. ആക്ച്വലി ഇത് ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇറങ്ങണത്. അപ്പോ ഞങ്ങൾ ഇനി ഞങ്ങളുടെ ഗസ്റ്റിനെ സ്വാഗതം ചെയ്യാൻ റെഡി ആവട്ടെ ഗൈസ്. ഹലോ വർഗീസ് ബ്രോ, ഇതെന്റെ വ്ളോഗാണ്. നമ്മള് ഷൈൻ ബ്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ അടി കപ്പിയാരെ കൂട്ടമണിയുടെ ഒക്കെ ഡയറക്ടർ. പക്ഷേ ഇപ്പൊ എത്ര വയസ്സുണ്ട്? 36. അപ്പൊ എത്രാമത്തെ വയസ്സിലാണ് അതെടുത്തത്? 26-ാമത്തെ വയസ്സിലൊരു സൂപ്പർ ഹിറ്റ് പടം. എൻ്റെ മോനെ, നമ്മൾ ഈ പോഡ്കാസ്റ്റ് പൊളിച്ചടുക്കും ഗൈസ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഷൈൻ ബ്രോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക ഗൈസ്. അപ്പോൾ ഷൈൻ ബ്രോയുടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങായിരുന്നു. വരട്ടെ ഗൈസ്. ഒരു കാലം ഇല്ലാതെ സ്റ്റുഡിയോക്കകത്ത് ഒരു ഈച്ച കയറി ഗൈസ്. ഏറണം കേട്ട ഈച്ച. ഇത് എവിടെ നിന്ന് വന്ന്? നിങ്ങളുടെ കൂടെ ഉള്ള 2 പേര് വന്നപ്പോഴാണ് ഈച്ചയെ കൂടെ വന്നത്. മച്ചാനെ പേരെന്നായിരുന്നു? രാഹുൽ ബ്രോയും സഞ്ജയ് ബ്രോ ഇതിനകത്ത് ആക്ട് ചെയ്തേക്കുന്നതാണ്. ബ്രോ ക്യാമറ. സുജിത് വാസുവിന്റെ അസോസിയേറ്റ് ആണ്. നൈസ് ടു മീറ്റ് യു ബ്രോ. ഓ, ലൈറ്റ് വന്ന് ഈച്ച പോയാടാ. ഇവിടെ കുട്ടി അടി. അയ്യോ, ടാബിനടിക്കരുത് എന്റെ ഈശ്വര. എടാ, സ്റ്റുഡിയോക്കകത്ത് ഈച്ച പോണു. സ്റ്റുഡിയോക്കകത്ത് ഈച്ച കയറി എന്ന് പറഞ്ഞാൽ നടക്കേറാടാ. നമുക്ക് അടിച്ചോട്ടിക്കടാ അതിനെ. എന്തോ ഒരു സാധനത്തിന്. എടാ അത് ഈച്ചല്ലടാ, അത് കൊതുവടാ. അത് ഇതാണോ ഇതിന്റെ അകത്ത് കിടന്നത്? അല്ല, ഈച്ചയായിരുന്നു. എടാ അതല്ലടാ, വേറെ സാധനം ഉണ്ടടാ. ഈച്ച കിട്ടിയില്ല കൈ. വഴി കൂടെ പോയി ഒരു കൊതുവിനെ ഒപ്പിച്ചിട്ടുണ്ട് ഞങ്ങള്. ഷൈൻ ടോമിനെ കാത്തിരുന്ന് മണി 1.5 മണിക്കൂർ കഴിഞ്ഞു സുഹൃത്തുക്കളെ. എനിക്ക് ഉറക്കമൊക്കെ വരുന്നു. അപ്പൊ എന്തായാലും വിശക്കണം. ഒരു സലാഡ് ഓർഡർ ചെയ്തു. ഇതും കഴിച്ചിട്ടിരിക്കുമ്പോഴെങ്കിലും പുള്ളിങ്ങെത്തും. ഒരു ഡബ്ബിങ് കുടുങ്ങിപ്പോയെന്നാണ് ഗൈസ് പറഞ്ഞത്. അപ്പോൾ എത്തട്ടെ. ഞാനും നമ്മുടെ വർഗീസ് ബ്രോയും എല്ലാം വെയിറ്റിംഗ് ആണ് ഗൈസ്. ഷൈനിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കും വിദൂരതയിൽ നിന്നും ഒരു കപ്പിൾ എന്നെ കാണാൻ വന്നു. അതൊരു കപ്പിളി, ഇത് കപ്പിളായി മുത്തേടാ. എന്നിട്ട് എനിക്ക് ഇത് വേറെ കപ്പാ. അതിന്റെ അകത്തുനിന്ന് അതെടുക്കൂ നീ. എനിക്കിത് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നു ഗൈസ്. മുത്ത നിന്റെ പേജിന്റെ പേരെന്നായിരുന്നടാ? ഗൈസ്, ഇവ അത്യാവശ്യം നല്ല സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്ത്
അവൻ വ്ളോഗ് തുടങ്ങാൻ ഇൻസ്പിറേഷൻ ആയത് ഞാനാണെന്നൊക്കെ തീർച്ചയായും 2 വാക്ക് പറഞ്ഞോട്ടെ. പറഞ്ഞോടാ. ഒരു 6 വർഷം മുന്നെയാണ് ഞാൻ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണേ. അന്ന് തൊട്ട് കാർത്തിക് ബ്രോയുടെ ചാനൽ കാണുന്ന ഒരാളാണ്. നേരിട്ട് കാണണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇന്നാണ് ഇപ്പോ അതിനുള്ള അവസരം കിട്ടിയത്. കഴിഞ്ഞ ആഴ്ച ഞാൻ വരാൻ നിന്നാണ്. അന്ന് എന്തോ പനിയൊക്കെ കാരണം മാറ്റി വെച്ചിരുന്നു പോഡ്കാസ്റ്റ്. പക്ഷെ ഇന്ന് കണ്ടുമുട്ടി. എന്താ പറയാ, എനിക്ക് ഒരുപാട് സന്തോഷം. എൻ്റെ ലൈഫിലൊരു ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് മൂമെന്റ് ആണ്. എന്നെ ഇന്ന് വ്ളോഗറായിട്ട് നാലാളെ അറിയണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഇപ്പൊ ഇന്ന് ഞാൻ വ്ളോഗ് ചെയ്തിട്ടാണ് എൻ്റെ കുടുംബം മുന്നോട്ട് പോണേ. അതിന് കാരണക്കാരായി ഈ മുത്താണ്. മുത്ത് ഒരുപാട് സന്തോഷം. ഇനി പറഞ്ഞാൽ കരച്ചു ഒരുപാട് സന്തോഷം. ഒരൊറ്റ വാക്കുള്ളടാ, ഡെയർ ടു ഡ്രീം. അത്രയുള്ള കേസ്. അതിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇൻഫ്ലുവൻസ്. സത്യം ഒരുപാട് വ്ളോഗർമാരുണ്ടെങ്കിലും ഉണ്ടല്ലോ നമ്മളെ ഉള്ളില് ഒരാളിനോട് ഇത്ര സ്നേഹം. അങ്ങനെ സാധിക്കുന്നത് സന്തോഷം. കാർത്തിക് സൂര്യനെ കാണാൻ വേണ്ടി ഇത്രയും നാളായിട്ട് നീ എന്നെ കാണണം, നിനക്ക് അങ്ങനെ ചിന്തിക്കാനെങ്കിലും തോന്നിയല്ലോ. ഒരു കാര്യം നന്ദി പ്രത്യേകം സ്റ്റുഡിയോ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ സുഹൃത്തുക്കളെ, എനിക്ക് ഇവിടം വരെ എത്താനുള്ള അവസരം തന്നെ. അടിപൊളി. നന്ദി ദൈവത്തിന്. സന്തോഷം. അപ്പൊ നന്നായിട്ട് നീ വീഡിയോ ഇട്ട് മികച്ച ഒരു വ്ളോഗറായിട്ട് വരിക. ഈ വീഡിയോ നമുക്ക് കമന്റ് ഇടണേ. താങ്ക് യു. ഇന്ന് ബർത്ത്ഡേ ആണ്. ഒരു ബർത്ത്ഡേ ദിവസം രാവിലെ ഞാൻ ലാലേട്ടനെ കണ്ടപ്പോ ഇന്ന് മൊത്തത്തില് ഹാപ്പി ഡേ ആണ്. സത്യം ഒരു അവാർഡ് വാങ്ങാൻ വേണ്ടി പോയതാണ്. സത്യം അത് വാങ്ങിയിട്ട് അപ്പോഴാണ് വിഷയം വിളിച്ചത്. കാർത്തിക് സൂര്യോട് എത്ര പെട്ടെന്ന് ഞാൻ അവിടെ ഓടി പിടിച്ച് വന്നത്. സത്യം ഇന്ന് മരിച്ചെന്ന് ചിരിച്ചിരിക്കും. സന്തോഷം. അടിപൊളി മക്കളെ. ടാറ്റ. ശരി. അവളിങ്ങനെ വിശ്രമിച്ചു. ഇവളാണല്ലേ വീഡിയോ ഒക്കെ എടുക്കുന്നത്? ഗ്രാഫറാണല്ലേ. നന്നായിട്ട് വരിക രണ്ടുപേരും. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ശരിയടാ. ശരിയടാ. ശരി. ആദ്യം അകത്തിരുന്ന് പോസ്റ്റായി, പിന്നെ നിന്നും ഇരുന്നും കിടന്നും ഒക്കെ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുക സുഹൃത്തുക്കളെ. സുഖമല്ലേ മച്ചാനെ? സുഖമല്ലേ? നേരത്തെ കണ്ടേ പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാതെ. ബ്രോ എമ്പുരാനിൽ വർക്ക് ചെയ്തിട്ടില്ല? എമ്പുരാൻ 2 ചീഫ് അസോസിയേറ്റ് ക്യാമറമാൻ. പക്ഷേ എന്തായിരുന്നു അത്? ഫ്രെയിമുകളൊക്കെ ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു കേട്ടോ. 2 കൊല്ലം എടുത്തോ? ഈ ഐഫോണിൽ എടുത്തു എന്ന് പറയണത് ഉള്ളതാണോ ബ്രോ? ആണോ? ഏത് ഷോട്ട്? വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചില സാധനങ്ങൾ 5-6 ക്യാമറ ഞങ്ങൾ ഗുജറാത്തിലൊക്കെ കുറെ അധികം ക്യാമറകൾ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെറിയ ഷോട്ടുകൾ അച്ചീവ് ചെയ്യാൻ ഞങ്ങൾ ഫോൺ ക്യാമറ കൂടെ വെക്കും, സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിട്ട് അല്ലേ? അപ്പൊ ഇത് അത്യാവശ്യം ഡീസന്റ് ആയിട്ട് വർക്കും ചെയ്യും. പിന്നെ മാച്ച് ചെയ്യാൻ പറ്റും. അത്ര മോശമല്ല ഈ ഐഫോണിന്റെ ക്വാളിറ്റി. ഐഫോണിൽ തന്നെ എത്രയോ ഇംഗ്ലീഷ് മൂവീസ് ചെയ്തിട്ടുണ്ട്. ഡയറക്ടറും ക്യാമറമാനും പ്രത്യേകമായിട്ട് പറഞ്ഞ് വെപ്പിക്കുന്ന ഡയറക്ടറുടെ ഫോണിൽ ഷോട്ട് എടുത്തിട്ടുണ്ട്, എന്റെ ഫോണിൽ ഷോട്ട് എടുത്തിട്ടുണ്ട്. ഓ, മച്ചാന്റെ പടത്തില് ഫോൺ യൂസ് ചെയ്തോ? സുമ്മേരി ഉണ്ടോ? ഈടെ ഇത് കൊള്ളാല്ല. നമുക്ക് ഒരെണ്ണം എടുത്താലോ ഗൈസ്? ഒരു വ്ളോഗ് സിനിമ. എന്റെ അടുത്ത് മച്ചാൻ നേരത്തെ പറഞ്ഞു സിനിമയിലോട്ടൊക്കെ അധികം എടുത്തു ചാടി പ്രൊഡ്യൂഷനിലോട്ട് ഇറങ്ങണ്ടെന്നാണ് വെച്ചാൽ ഉപദേശിച്ചതല്ല. അതെന്താ ബ്രോ അങ്ങനെ പറയാൻ കാരണം? പൊതുവേ പാടാണല്ലേ. അങ്ങനെ ഒരു തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എവിടെ നിന്നായിരിക്കണം ആദ്യത്തെ സ്റ്റെപ്പ് വെക്കേണ്ടത്? അതെ, ഇതിപ്പം ഷൈൻ ചാക്കോയുടെ പോഡ്കാസ്റ്റ് എടുക്കാൻ വന്നിട്ട് ഞങ്ങൾ ഇവിടെ കൂടി ഇന്ന് പോഡ്കാസ്റ്റ് പറയണത്. എന്തായാലും വരട്ടെ ഗൈസ്, വന്നിട്ട് ഞങ്ങൾ വരാം. 3 മണിക്കൂറത്തെ കഷ്ടപ്പാടിന് ശേഷം അവസാനം ഈച്ച കിട്ടി ഗൈസ്. വീണ്ടും ഈച്ച. എവിടെടാ ഈച്ച? ഓ എടാ, അഭിമാനം കാത്തടാ, അഭിമാനം കാത്ത് ഗൈസ്. 3 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. 3 മണിക്കൂർ ഇരുന്നപ്പം ഈ ഈച്ചയുടെ കുടുംബത്തെ കൂടെ വിളിച്ചോണ്ട് വന്നെന്നാണ് തോന്നുന്നത്. ഒരു ഈച്ചയും കൂടെ ഉണ്ട്, ഷൈൻ മാത്രം വന്നില്ല. ഇവനെ പറഞ്ഞ് പുറത്താക്ക്. ഇനി ഇവനെ ഇവിടെ നിർത്തണ്ട. അതെ, ഈ റൂമിനകത്ത് ഞാൻ അടിക്കണ ചളി മാത്രം മതി. അതെ, എന്റെ ചളിക്ക് തന്നെ ഗ്യാപ്പില്ലാതെ നിൽക്കുകയാണ്. അന്ധകാരതയുടെ അഗാധയാമത്തിൽ നമ്മുടെ ഡയറക്ടർ ഇവിടെ ഇരുന്ന് പുഴുകുന്നു സുഹൃത്തുക്കളെ. 7:30 മണിയായപ്പോഴത്തേക്കും 4:30 വരാമെന്ന് പറഞ്ഞ ഷൈൻ ബ്രോ എത്തിയിരിക്കുക എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതായിരിക്കണം വണ്ടി. ഇതെന്താ തിരിച്ചു പോണത്? വരണില്ലേ? എന്തൊരു ഈ നിമിഷത്തിൽ പറയാൻ പറ്റുമെന്നറിയാ നമ്മള് പിന്നെ പ്ലിങ്ങി
മച്ചാന് പോയാ തിരിച്ച് വരൂലേ? അപ്പൊ വീണ്ടും ഞങ്ങൾ പോസ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നു സുഹൃത്തുക്കളെ. നിങ്ങളൊക്കെ അവിടെ പോയി നിൽക്കണപ്പോ ഞാൻ വിചാരിച്ച അങ്ങേര് വന്നത്. അപ്പൊ അതെ കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞിട്ട് നോണ്ട പിന്നെ ഇരിക്കണം. 2:30 ഞാൻ എത്തി കേസ്. 8:10 നമ്മുടെ കഥാനായകന്റെ വണ്ടി എത്തിയിരിക്കുകയാണ്. കഥാനായകനെ കാണുന്നില്ല. അതാണ്ട കേസ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഷൈൻ ടോം ചാക്കോ. ഹലോ ബ്രോ. നേരത്തെ എത്തി. എന്നാലും സുഖമാണോ? ഡബിങ് ഉണ്ടായിരുന്നു. അയ്യോ സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റും. ഓക്കെ എന്നാ കുഴപ്പമില്ല. നിങ്ങൾ കേറട്ടെ സുഹൃത്തുക്കളെ. ഇഷ്ടമുള്ള പോലെ. ഇഷ്ടപ്പെട്ടോ ബ്രോ സ്റ്റുഡിയോ? മൈക്ക് സ്പീക്കറിലും പാട്ട് കേൾക്കാൻ പറ്റുമോ? സ്പീക്കറിൽ പാട്ട് വേണമെങ്കിൽ ഇടാം നമുക്ക്. നമ്മളിവിടെ ഞാൻ 2:30 എത്തി. നേര് 4:50 ഡബിങ് ഉണ്ടായിരുന്നു. അല്ല കുഴപ്പമില്ല. നമുക്കിനി തുടങ്ങാം. മച്ചാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങൂലല്ലോ അല്ലേ? നേരത്തെ കാത്തിരുന്ന് പഠിക്കട്ടി ഇരുന്ന് ഉറങ്ങണ. എനിക്ക് എന്താന്ന് പറയുക ഇത്രയും സമയം എടുത്ത് തിരുവനന്തപുരം സ്ലാങ് ഇല്ലേ പിടിച്ചു വന്നിട്ട് നമ്മള് കേട്ട തിരുവനന്തപുരം അല്ല, പക്ഷെ അവര് ശരിക്കും പിടിക്കണം. ശരിക്കുള്ള ആൾക്കാരാണ്. അതായത് അവിടത്തെയാണ് ഡയറക്ടർ. ഞാൻ ഏത് പടമായിരുന്നു ബ്രോ? അങ്കമട്ടകാസം ഒക്കെ ട്രിവാൻഡ്രം ടീമാണ്. ആണല്ലേ? നമ്മൾ സാധാരണ തിരുവനന്തപുരം സ്ലാങ് എന്തിരപ്പി അയ്യോ അതല്ല, അത് പാറശാല ഭാഗത്തുള്ളതാണ്. നമ്മള് തിരുവനന്തപുരം കൊണ്ട് അതല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ലൊക്കേഷനില് നമ്മള് ഡയലോഗ് കുഴപ്പമില്ല, നമുക്ക് ഡബിങ്ങിന് പിടിക്കാൻ. ഡബിങ്ങിന് പിടിക്കാൻ പറ്റണ്ടത് അതാണെങ്കിൽ തൃശ്ശൂരും തിരുവനന്തപുരം തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അത് ആന ആട് തമ്മിലുള്ള വ്യത്യാസമാണ്. ഭയങ്കര ഡിഫറൻസ് ആണ് രണ്ട് സ്ലാങ് പിടിച്ചു വരുമ്പോ ഇമോഷൻ പോകും. നമ്മുടെ ശബ്ദം തന്നെ മാറി പോകും. അതെ. എന്തായാലും സെറ്റ് ആയല്ലോ. കിട്ടിയില്ലേ ഇപ്പൊ? എന്താ ചില വാക്കുകളൊക്കെ ഉണ്ടല്ലോ നല്ല രസമാണ്. ഈ ചീള് പയ്യ 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 ചീളുവയല്. ചീളുവയല് വിട്ട് വിട് നേരെ വിട് നേരെ വിട് 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 അങ്ങനെയൊക്കെയാ ചിലത്. എന്തിനെണ്ണാന്നൊക്കെ ഉള്ളത് നമ്മളവിടത്തെ നോർമൽ സ്ലാങ് ആണ്. ഇന്ന് നമുക്ക് പോഡ്കാസ്റ്റ് പിടിക്കാം. ഞങ്ങൾ പോഡ്കാസ്റ്റിലേക്ക് കിടക്കട്ടെ സുഹൃത്തുക്കളെ. ഗഹനമായ കാര്യങ്ങളുണ്ട്. അതെ, മൊത്തത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് പൊളിക്കാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇനി പോഡ്കാസ്റ്റിലേക്ക് കയറട്ടെ. ഞാൻ ഷൂട്ട് ചെയ്ത ഇങ്ങനെയല്ലേ റീച്ച് കൂടുതൽ? ഇങ്ങനെയാണോ വരിക? അല്ല വ്ളോഗിനകത്ത് ഇങ്ങനെ അല്ല, പക്ഷെ ഇൻസ്റ്റയില് റീൽസിനകത്ത് ഇങ്ങനെ നമ്മളിത്. ഇതാര ഡയാന രാജകുമാരിയാണ്? അത് ഇല്ല, അത് കണ്ണില് മഷി വീണ ഏതോ ഒരു പെണ്ണുമ്പിള്ളയാണ്. പെണ്ണുമ്പിള്ള അണ്ണനുമാണ്. എന്തോ ആണ്. ഡയാന അല്ല. ആരാ ഡയാന? തിരിയൂലേ? ആരാ ഏട്ടാ? ഞാൻ അതിങ്ങ് തരുമോ? ഞാൻ മെനിങ്ങാന്ന് വാങ്ങിച്ചോണ്ട് വന്നതായിരുന്നു. ഇത് പുതിയത് ഇറങ്ങിയ 17 ഇറങ്ങിയ അല്ല, അത് സ്റ്റോറേജ് കുറവായോണ്ട് ഞാൻ വാങ്ങിച്ചത്. മൊബൈൽ കമ്പനി ഏതാണെന്നറിയോ? ഏതാ? ആപ്പിള്. ഇതുപോലുള്ള ക്ലാസ് സാധനം നമുക്കിന്ന് പോഡ്കാസ്റ്റ് അടിക്കണം. നമ്മളൊരു ലെവലിൽ പോകും കേസ്. ആരട്ടെ, ഞങ്ങള് കയറട്ടെ. 18 ആയിട്ടില്ല. അതെ അതെ, 16 ആയിട്ടേ ഉള്ളൂ. എന്താണ് പറയുന്നത്? മൈനർ മേജർ ആയിട്ടില്ല. അതെ അതെ, പാട്ടില്ലേ മൈനറെ പോലെ വാസിയടാ. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. പോഡ്കാസ്റ്റിൽ ആദ്യമായിട്ട് കേക്ക് മുറിക്കുന്ന വ്യക്തി ഞാനായിരിക്കും. ഹാപ്പി ബർത്ത്ഡേ ഡിയർ കാർത്തിക് സൂര്യ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഈ ബർത്ത്ഡേക്കാരനാണോ കേക്ക് കൊടുക്കുന്നത്? ബർത്ത്ഡേക്കാരനാ നമുക്കാണോ? ആരെങ്കിലും കേക്ക് കഴിച്ചാൽ പോരെ കേട്ടോ. നമുക്ക് അങ്ങനെ ഇന്നൊക്കെ ഉണ്ടോ? താങ്ക് യു. കോഫി ടേസ്റ്റ് ഉള്ള കേക്ക് കേട്ടോ. കോഫി അല്ല നമ്മൾ കുടിച്ചത്, അതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് മുന്നിലോട്ട് ചരിഞ്ഞ് വീണതായിരിക്കും അല്ലേ കേട്ടോ. ഇതെന്തോ ഒരു ഉണ്ടൊക്കെ ഇരിക്കണ എന്റെ അമ്മയില്. ഞാനാണ് സ്ഥിരമായിട്ട് 2 ദിവസമായിട്ട് കേക്ക് മുറിച്ചോണ്ടിരിക്കുന്നത്. എന്റെ പൊന്ന് കേസേ, ഇത് എന്ത് പോഡ്കാസ്റ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 4 വാക്കിന് 4 ഡയറക്ഷനിലോട്ട് കറങ്ങിപ്പോയ ഒരു പോഡ്കാസ്റ്റ്. അന്യായ രസം. ഞാനൊരു 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ പെട്ട പാടെന്റെ അമ്മച്ചിയാ.
ഇത് ഒറ്റമുണ്ടാണോ അത് ഡബിൾ മുണ്ടാണോ? ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ ഞാൻ കൂട്ടിമുട്ടിച്ചു ദൈവത്തിനും എനിക്കും മാത്രമേ അറിയാവൂ. അയ്യോ ഡ്രസ്സിനെ പറ്റി ഞാൻ കമന്റ് പറയാൻ പാടില്ല. അതെന്താ അങ്ങനെ കൊണ്ടോ? ഏറിപ്പോ നമ്മളൊക്കെ മിക്കവാറും ഏറിപ്പോവും കേട്ടാ. എന്തെങ്കിലും പറഞ്ഞു നമ്മള് ഭൂമി തന്നെ ഒരു എയറിലല്ലേ നിക്കണത്. ഭൂമിയെ കണക്ക് ഉരുണ്ടൊരു സാധനം എനിക്ക് കിട്ടുകയും ചെയ്തു. കഴിക്കാൻ പറ്റുന്നതാണോ പ്ലാസ്റ്റിക് എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്ന സുഹൃത്തുക്കളെ? പക്ഷെ ഇത് എന്റെ പോഡ്കാസ്റ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നീളമുള്ള പോഡ്കാസ്റ്റ് കേട്ടോ അത്. ചരിത്രം തിരുത്തപ്പെടാനുള്ളതല്ലേ? തീർച്ചയായും. വരാനും പറ്റിയത് അതെ. ഇത്തിരി പെട്ടെന്ന് കേക്ക് മുറിച്ച് എടുത്തോ കേട്ടോ. ഇത് ചെറിയൊരു കേക്കല്ലേ? ഞാൻ 2-3 ദിവസമായിട്ട് കേക്ക് മുറി തന്നെ പ്രാക്ടീസ് ചെയ്തോ. ഓക്കെ, പോഡ്കാസ്റ്റ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ കണക്ക് എന്തൊക്കെയോ ഇവിടെ സംഭവിച്ചു. പാട്ട് പാടണോ ഇനി? പക്ഷേ കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയെങ്കിൽ സംഭവം എറിച്ചല്ലേ? അതെ, വേറെ ലെവലിൽ പോയി. ഓ ബ്രോ, എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ കേട്ടോണ്ടിരിക്കുകയല്ലായിരുന്നോ? കൊള്ളായിരുന്നാ? ശരിക്കും ജെനുവിൻലി സെറ്റായിരുന്നാ? എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു അല്ലേ? അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? ഷൈൻഡോൺ ചാക്കോയുടെ അമ്മയാണ് സുഹൃത്തുക്കളെ. നല്ലതായിട്ട് പോയില്ലേ അമ്മ? സാധാരണ വെച്ച് നോക്കുമ്പോ എങ്ങനെയുണ്ട്? സാധാരണ വെച്ച് നോക്കുമ്പോ എനിക്ക് കുറച്ച് അസുഖം കുറവുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? കുറച്ച് കുറയ്ക്കണം അല്ലേ? എന്റെ അച്ഛനും ഇതേ കണക്കാണ് പറയണത്. എന്തുവാടാ, മുണ്ടാണോ? കേക്ക്. ആ, എവിടെ എന്റെ കൈ തൂറിയ സാധനം? സുഹൃത്തുക്കളെ, ഉറക്കമാണെന്ന് തോന്നുന്നു. തുറക്കാൻ പറ്റൂടാ? അത് അകത്ത് കയറി കിടന്ന് ഉറക്കമായി കേട്ടാ. എന്റെ കയ്യിൽ അപ്പിയിട്ടിട്ട് കിളിക്ക് കേക്ക് കൊടുക്കരുത്. ഇല്ല ഇല്ല ഇല്ല, കൊടുത്തില്ല. അത് കിടന്ന് ഉറക്കമായി മൂത്രം ഒഴിച്ചിട്ട്. എടാ, ഇത് എത്ര രൂപ? 4500 ഇത് കിട്ടും അല്ലേ? ഓ, അല്ല അത് കൊടുക്കണ്ട, വേറെ വാങ്ങിക്കണമെങ്കിൽ. പൊരിച്ചു കഴിക്കാനാ? ശരിക്കും പൊരിച്ചു കഴിക്കാൻ ചോദിച്ചത്. അങ്ങനെ ഷൈൻ ചേട്ടൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഒരു മഴയൊക്കെ പെയ്ത് തോർന്ന പോലെ അല്ലയോടാ? ഓ, എന്റെ പൊന്നു മച്ചാനെ, ഏത് ലെവലിലൊക്കെ പോയി സാധനം. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ നോക്കുമ്പോ ഇടയ്ക്ക് എന്തൊക്കെയോ ചിന്തിച്ചിരിക്കണ കേട്ടാ. പുള്ളി പറഞ്ഞൊക്കെ ചിലപ്പോ സത്യമാണല്ലോ എന്ന് ആലോചിച്ചു. കുറച്ചുകൂടെ ഒരു ഗ്യാപ്പ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് കാര്യങ്ങൾ പറയാം. പക്ഷെ കുറച്ച് സെറ്റായിരുന്നു സാധനം. നമ്മുടെ പോഡ്കാസ്റ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും നീളം കൂടിയ പോഡ്കാസ്റ്റ്. 3 മണിക്കൂർ ആദ്യമായിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. 13 മിനിറ്റ് ആണല്ലേ? ഓമ്പോടോ, ഇല്ല സമയം പോർത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇരിക്കുകയാണെങ്കിൽ ഇനി സംസാരിക്കാം. പക്ഷെ നാളെ രാവിലെ ഷൂട്ടുണ്ട്. എനിക്കറിയില്ല, നിങ്ങളത് കണ്ടിട്ട് പറയണം കേട്ടോ ഇത് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഈ വീഡിയോ ഇറങ്ങി ഒന്ന് കമ്മിങ് സൺഡേ അല്ലെങ്കിൽ വെൻസ്ഡേ ആയിരിക്കും ഇത് ഇറങ്ങാൻ പോകുന്നത്. എൻ്റെ പൊന്നമ്മച്ചി എന്തൊക്കെയാണോ എന്തോ ഇവിടെ നടന്നത്. അടിപൊളിയായിരുന്നു എന്തായാലും. അല്ലെങ്കിൽ സമയം ഞാൻ പറയണില്ല, അത് പിന്നീട് ഡിസൈഡ് ചെയ്യാൻ കേസ്. എന്തായാലും ഒരു ഇടിവെട്ട് സാധനമായിരിക്കും വരാൻ പോകുന്നത്. കട്ട വെയിറ്റിംഗ്. അപ്പോൾ ബ്രോ, ഓൾ ദി ബെസ്റ്റ് ഫോർ ദ മൂവി. ഓക്കെ, നല്ല രീതിയിൽ വരട്ടെ. അടിനാശം വെള്ളപ്പൊക്കം ഇനി ഞാൻ സ്വപ്നത്തിൽ പോലും മറക്കൂല ആ സാധനം. പേരങ്ങനെ രജിസ്റ്ററായി. സാറേ, നിങ്ങൾ രണ്ടുപേരും വന്നതിൽ ഇരുന്നതിൽ ഒരുപാട് സന്തോഷം. ഇനിയും അടിപൊളി പടങ്ങളൊക്കെ വരട്ടെ. ഓക്കെ, നല്ല നല്ല റോളുകൾ ചെയ്യട്ടെ ബ്രോ. ശരി, തീർച്ചയായിട്ടും അടുത്ത നിങ്ങൾ ഇനി വരണം കേട്ടോ. ഓക്കെ, കറങ്ങി തിരിഞ്ഞ് നമുക്ക് വരാം, പൊളിക്കാം. ശരി, പോയിട്ട് പോയോ? ബൈ ബ്രോ. ശരി, ബൈ ബ്രോ, പോയിട്ട് പോയോ? ഓ എന്റെ പൊന്നമ്മച്ചിയെ, എടാ എന്തായിരുന്നടാ ഇത്? ഒരു യുദ്ധമായിരുന്നു ഇവിടെ, യുദ്ധം. ഓ എടാ, എന്തൊക്കെയാണ് ഇവിടെ നടന്നേ? ആ, ഇത് വന്നതും നിന്നതും പോയതും എല്ലാം എനർജിന്ന് ഗൈസ്, വേറെ ലെവലിൽ പോയ. എന്തോ ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും? നമ്മളെ നാസയുടെ സാറ്റലൈറ്റ് വരെ നിലത്തിട്ട്. ആ ഗൈസ്, ഇത് സയൻസ് ഫിക്ഷൻ, കോൺസ്പിരസി തിയറീസ്, ലൈഫ്, ബിസിനസ്, എന്റർടൈൻമെന്റ് എന്ന് വേണ്ട എല്ലാ മേഖലകളിലും ടച്ച് ചെയ്തു നമ്മള്. എനിക്കതുകൊണ്ടോ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കോൺവെർസേഷൻ. നാസയോട് ഒന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞു ഈ വീഡിയോയുടെ താഴെ. ഈ വീഡിയോ നാസ കാണുകയാണെങ്കിൽ അവന്മാരെന്നെ വെടിവെച്ചു കൊല്ലും. ഞാൻ നീലാം സ്ട്രോങ്ങും ചന്ദ്രനി ഇറങ്ങിയിട്ടില്ലെന്ന് വരെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ആര്? ഷൈൻ ചേട്ടൻ അല്ലേ? പക്ഷെ ഷൈൻ ചേട്ടൻ നല്ലതായിട്ട് സംസാരിച്ചില്ലേ? വേറൊരു ഷൈൻ ചേട്ടനെ കുറെ കാലത്തിന് ശേഷം നോർമൽ ആയിട്ടിരുന്ന ഒരു ചേട്ടനെ കണ്ടു. ഷൈൻ ചേട്ടൻ വാസ് അൺലീഷ്ഡ് സുഹൃത്തുക്കളെ. അപ്പോ എന്തായാലും എനിക്ക് ഇനി ഈ വീഡിയോ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിഞ്ഞോളൂ സുഹൃത്തുക്കളെ. ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാണ്. ഇത് ഷൈൻ ചേട്ടനുമായിട്ടുള്ളൊരു മൽപ്പിടുത്തമായി നിങ്ങൾ കാണണം. എന്തൊക്കെയായിരുന്നു നടന്നേ ഗൈസ്? ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾ ഷൈൻ ചേട്ടനുമായിട്ടുള്ള ഇതാണ് കണ്ടതെങ്കിലും ഇന്ന് രാവിലെയാണ് ഞാൻ ലാലേട്ടനെ കണ്ടത്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അതിനുശേഷം വൈകുന്നേരം വന്ന് ഷൈൻ ടോൺ ചാക്കോ ആയിട്ടിരുന്ന് ഒരു പോഡ്കാസ്റ്റ് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഷുഗർ ഗ്ലൈഡർ എന്ന് പറഞ്ഞ എന്തോ ഒരു അണ്ണാൻ എൻ്റെ കൈ തൂറി
എന്റെ പൊന്നമ്മച്ചിയെ ഒരു ദിവസം പോണ പോക്കെ. കങ്കാരു തൂറി ഗൈസ് എന്റെ കയ്യില്. ഓ ചിറകുള്ള കങ്കാരു. ചിറകുള്ള കങ്കാരു. ചന്ദ്രന് അയ്യോ നീ വേറെ എന്തായാലും രസമില്ലായിരുന്ന. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. അതാണ് നീ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ആദ്യം കയ്യിൽ നിന്ന് പോയല്ലേ, കയ്യിലേ ഇല്ലായിരുന്നു ആദ്യം. ഇവിടെ ഞാൻ ഇത് അവിടെ നിന്ന് പിടിച്ചടിപ്പിക്കാൻ നോക്കണം, ഇവിടെ നിന്ന് പിടിച്ചടിപ്പിക്കാൻ നോക്കണം, ഒരു വിധത്തിൽ അടുക്കല്ല. എന്നിട്ട് ആദ്യം ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ പിന്നെ ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് തിരിച്ച് വലിച്ചടിപ്പിച്ച് എനിക്ക് കിട്ടിയത്. ഓ, ഷൈൻ ടോം ചാക്കോയുടെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി വീട്ടിൽ പോവാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും പിയും കണ്ണനും കൂടെ അവന്റെ വീട്ടിലോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. അത് മാത്രമല്ല കണ്ണമ്പ്രം ഉണ്ടല്ലോ നമ്മളെ ശരുവിന്റെ ചേട്ടനും അബിയും അമ്മും എല്ലാം കൂടെ 10:30 സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് അവര് സിനിമയ്ക്ക് കയറി. ഡിറ്റക്റ്റീവ് ഉജ്ജ്വല ഞാൻ പറഞ്ഞിട്ടാണ് കേസ് നരിവേട്ടയ്ക്ക് പോയായിരുന്നു അവര് ഡിറ്റക്റ്റീവ് ഉജ്ജ്വല എടുത്തത്. അപ്പോൾ എനിക്ക് ആ സിനിമ മിസ്സായി, കാരണം ഇപ്പൊ 12 മണിയായി. അപ്പോൾ കണ്ണനെയും പിയും കൂടെ കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേസ്. എന്റെ ബർത്ത്ഡേക്ക് പാവപ്പെട്ട കൊച്ചിന് പാട്ട് പാടണമെന്ന് പറഞ്ഞതാണ്. അപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം കണ്ണനും പി പോയി കാണാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്തിനാവുമെന്ന്. ഉറക്കമൊന്നും ഇല്ല സുഹൃത്തുക്കളെ. നമുക്ക് നാളെ രാവിലത്തെ പോഡ്കാസ്റ്റ് ഞാൻ തട്ടി, കാരണം രാവിലെ എഴുക്കൂല. 1 മണി 2 മണി കിടന്നുറങ്ങിയിട്ട് രാവിലെ നടക്കൂല. അപ്പം അത് നമുക്ക് പിന്നത്തേക്ക് ഷെഡ്യൂൾ ചെയ്ത് എന്നിട്ട് ഇപ്പം കണ്ണൻ അങ്ങോട്ട് പോവാം. ലെറ്റ്സ് ഗോ. നീ എന്തിനാ എന്നെ വിളിച്ചു വരുത്തിയത്? നീ എന്തിനാ ചിരിക്കണത്? അതെ നീ ഉണ്ടായിരുന്നോ? ഫുൾ കോറോ. ഒരു ദിവസം കഴിഞ്ഞു പോയി. എടാ എന്താണ് ഇവിടെ പരിപാടി? ചേട്ടന്റെ ബർത്ത്ഡേ ആഘോഷം. എന്റെ ബർത്ത്ഡേ ആയിട്ട് നിങ്ങളാണല്ലേ ഇതാണല്ലേ മീശോ എന്ന് വായിച്ചിട്ടോ വീഡിയോ. നിങ്ങളോട് കൂടാൻ പറ്റാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. താങ്ക് യു. എടാ കണ്ണ എവിടെയടി? അവൻ എന്ത് ചെയ്യണം മോളില്? ഞാൻ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് സുഹൃത്തുക്കളെ ഞാൻ മിസ്സടിക്കുന്നത്. അളിയാ നിനക്കൊന്ന് താഴെ ഇറങ്ങി വരാൻ വയ്യല്ലേടാ? താഴെ വന്ന വ്ളോഗാണെന്ന് എനിക്ക് അറിയാലോ അളിയാ. ഹലോ അച്ഛാ കണ്ണായി. ഹാപ്പി ബർത്ത്ഡേ ടു കാർത്തിക് സൂര്യ. എന്റെ അളിയൻ ചെറുതായിട്ട് ഷൈൻ ടോം ചാക്കോ ഒരു പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ചെറിയൊരു 5 മണിക്കൂർ പോസ്റ്റ് ഞങ്ങൾ അങ്ങോട്ട് വന്നില്ല അളിയ. അപ്പൊ ഇനിയും ഒരു 100 വർഷം നീ ജീവിച്ച്. ഞാൻ ജീവിക്കണം അത്രയും നാളെ നീയും ജീവിച്ചിരിക്കും. വേണ്ടല്ലേ, ഞാൻ നേരത്തെ പോട്ടല്ലേ. അപ്പൊ പിന്നെ ഡേറ്റ് കുറ. ഒരു 80 വർഷം കൂടി ജീവിച്ച് ഇനി 80 അപ്പൊ 110 ആവും. 40 ഒരു 40 മതി. ഒരു 40-50 വർഷം കൂടി ജീവിച്ച് സെറ്റായിട്ട് അല്ലെ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഞാൻ എത്തോളേ. പിന്നെ നീ ഒരാഴ്ച മുമ്പോടെ വേണ്ടേ? നീ മക്കളെ നീ എത്തണം കേട്ടാ. ഇല്ല അവള് എന്താടാ ഉണ്ടയൊക്കെ എടുത്തു വെച്ച് നിക്കണത്? ഡ്രസ് എന്തായി മക്കളെ? വർക്കിംഗ് ഓൺ പ്രോഗ്രസ് ആണല്ലേ? എന്തു പറ്റിയടി? 3 കാർത്തിക് ചേട്ടനല്ല. ആണല്ലേ? നന്നായി. ഇതാരടാ അവിടെ മുടിയെടുത്തി ഒരു എടാ സത്യമായിട്ട് പറയും നോക്കിയപ്പോ കണ്ണ ഏതോ പെണ്ണിനെ കെട്ടിപ്പിടിച്ചിരിക്കണതാടാ ഞാൻ വിചാരിച്ചത്. എന്റെ കൊച്ചിനെ താഴാക്കിട്ട് ഇനി തെണ്ടിത്തര കാണിക്കണം. എന്റെ ബർത്ത്ഡേ എന്താണെന്ന് അറിയാലല്ലേ? നിന്റെ ഡിസംബർ 9 ആ ഓക്കെ. അമ്പലത്തിൽ പോയി കുറേ തൊട്ടാണ്. പിന്നെ രാവിലെ എന്റെ ബർത്ത്ഡേ ആയിട്ട് അമ്പലത്തിൽ പോണ്ടേ? മുണ്ടാണല്ല വലിച്ചോണ്ട് ഊരിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നീ കാണും, അത്രേ ഉള്ളൂ. സത്യമായിട്ടില്ലേ? അത് ദൂരം നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പെണ്ണിരിക്കണ പോലെ ഇല്ലേ? സത്യമായിട്ടുണ്ട്. ശരിക്കും പെണ്ണാണോ? ആ കണ്ടാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സത്യമാണോ? കണ്ണന്റെ പുതിയ സെറ്റപ്പ് വന്ന് നീ ഇതിനൊക്കെ ഹലോ നമസ്കാരം. താങ്ക് യു ബ്രോ. താങ്ക് യു. സ്വിഗ്ഗിക്കാരി ഇത്തിരി ലേറ്റ് ആയി പോയി.
വേണ്ടടി കേക്കൊക്കെ ചേട്ടാ വേണേ വേണോ? എനിക്ക് കഴിക്കണം ചേട്ടാ. കേക്ക് വരട്ടെ കേസ് കേക്ക് ഞാൻ ജ്വലിച്ചൊക്കെ നിൽക്കണം. എടി അതല്ല ഓക്കെ. ഇവിടെ ചെറിയ പാർട്ടിയും കലാപരിപാടികളൊക്കെ നടക്കുകയാണ് ഗൈസ്. എന്നാൽ പിന്നെ ഞാൻ വ്ളോഗ് മൈൻഡ് അപ്പ് ഇനിയിപ്പോൾ അവിടെ അങ്ങ് പോയിട്ട് അവരെ കാണാൻ പറ്റുമെന്ന് തോന്നണില്ല. അപ്പോൾ ബൈ ബൈ ഗൈസ്, ലവ് യു. അടുത്ത വീഡിയോയിൽ കാണാം. നാളെ പിള്ളച്ചേട്ടൻ വരികയാണ് നമ്മുടെ പോഡ്കാസ്റ്റിലോട്ട്. നല്ലൊരു ദിവസം ഗൈസ്, ഭയങ്കര ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ. നിങ്ങൾ ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ഷൈൻടോൺ ചാക്കോടെ ഇവിടെ വന്നത് മാത്രമേ കാണുള്ളൂ. പക്ഷേ ഇന്ന് രാവിലെ തുടങ്ങി ലാലേട്ടനെ നിങ്ങൾ എൻ്റെ ബർത്ത്ഡേ ലാലേട്ടൻ വിഷ് ചെയ്യുന്ന ആ വീഡിയോ ഇല്ലേ, അത് ഇന്നാണ് ഷൂട്ട് ചെയ്തത് ആക്ച്വലി. സോ യാ, താങ്ക് യു സോ മച്ച് ഗൈസ്, ലവ് യു, ബൈ ബൈ. അപ്പോൾ ഗൈസ് ഇന്നത്തെ എത്രാമത്തെ കേക്ക്? രണ്ടാമത്തെ എവിടെ ഇത്? രണ്ടാമത്തെ കേക്ക്, മൂന്നാമത്തെ കേക്കാ. പാട്ട് പാടൂ നീ. താങ്ക് യു, ഹാപ്പി ബർത്ത്ഡേ ടു താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ കാർത്തിക്. താങ്ക് യു താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, ലവ് യു പിള്ളേരെ. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളേക്ക്. കേക്കോട് കൂടി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. ഏതൊക്കെ മോത്തേക്കണ്ട അലമ്പ് പരിപാടിയെ കാണാൻ നിർത്തിയാണ്. 32 വെച്ചാടാ മുതുക്ക് വേണ്ടേടാ. നാളെ കാണാം ഗൈസ്, ബൈ ബൈ. ഇതാണേതോടുകൂടി മോത്തി കേക്കിരിക്കുന്നതായിരിക്കും. ടാറ്റ ഗൈസ്.